പക്ഷെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതെന്താന്ന് മനസ്സിലാവും. കാട്ടിൽ നിന്നും പറിച്ചെടുത്ത കാളോ. ഇപ്പൊ കർക്കിടക മാസത്തിൽ ഒരു തോരനായത് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല കറികളിലൊന്നാണ്. ഇത് കാണുമ്പോൾ എല്ലാരും ചിരിക്കും. പക്ഷെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതെന്താന്ന് മനസ്സിലാവും കേട്ടോ. നമുക്ക് കണ്ടിച്ചേമ്പിന്റെ താള വെട്ടി കൊണ്ടുവന്നിട്ട് ഒരു തോരൻ ഉണ്ടാക്കണം. ചെയ്തിട്ടുണ്ട് ആ തോരൻ. കണ്ടിച്ചേമ്പിന്റെ താള്, നട്ട ചേമ്പിന്റെ താളാണ് വെട്ടണത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ചിലപ്പോൾ കാട്ടുതാളാന്ന്. കാട്ടുതാളല്ല, നട്ട താള് തന്നെയാണ്. നട്ട ചേമ്പ് താളെന്നല്ല കേട്ടോ. അതിന്റെ തണ്ട് താള് വെട്ടിക്കൊണ്ടുവന്ന് തോരൻ ഉണ്ടാക്കാനാണ്. അപ്പൊ ഇതെന്തിനാണ് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാന്ന്. പക്ഷെ നമ്മുടെ കുറ്റമല്ല, പ്രകൃതിയുടെ ദാനമായി തന്നെ മഴ കഴിഞ്ഞപ്പോൾ ആ പരിസരം മുഴുവൻ കാടായി. അപ്പൊ അതിൽ നിന്ന് വെട്ടിയെടുക്കണം. എന്റെ പുറകെ പോന്നാ മതി, മുമ്പേ ഞാൻ തെളിച്ചു പോകാം. പിന്നെ നമ്മൾ കാട് വളർത്താനും ഇഷ്ടപ്പെടുന്നവരാണ്. അല്ല, അപ്പനും മകളും ഇഷ്ടം. പക്ഷെ അമ്മ ഒരുപാട് വെട്ടിത്തെളിപ്പിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഇഷ്ടം പോലെ വളരും. ഞാൻ പരിസരത്ത് എപ്പോഴും വെട്ടിത്തെളിപ്പിക്കും, പക്ഷെ ഇഷ്ടം പോലെ വളർന്നു വരും. അതെ, ഒരു രക്ഷയില്ല. അതെ 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 അതെ. പറമ്പൊക്കെ ഉള്ളപ്പോ അങ്ങനെയാ. കൂടുതൽ പറമ്പ് ഉണ്ടായാലും തലവേദനയാണ്. പോരേട്ടോ. അങ്ങോട്ടാണോ അമ്മ കേറാൻ പോണേ? ഇതിനാണ് കോഴിക്കൂടാണിത്. പക്ഷെ ഉപയോഗശൂന്യമായി. കോഴിയില്ല. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ വെട്ടണ അവിടെ നിന്ന് വെട്ടാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. പറ്റി കേട്ടോ. ഒരു ചൂടിന്റെ അടുത്ത് എത്തി കട്ട. ഒരു ലീസും കൂടെ, ഒരു തണ്ടും കൂടെ കട്ട. ഒരു തണ്ടും കൂടെ കട്ടാന്നോ? അതിന്റെ കൂടെ കാച്ചിന് നട്ടതിന്റെ കൂടെ കേറി പോന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നട്ടിരുന്നതാണ്. പക്ഷെ അതെല്ലാം ഇങ്ങനെ വനം പോലെയായി. പുല്ല് തെളിക്കണം. സൂക്ഷിച്ച് നടക്കണം അതിക്കൂടെ. അത് കഴിഞ്ഞാൽ തൽക്കാലം നിർത്താം. വിട വാങ്ങാം. കാരണം 3 ഞാൻ ഓൾറെഡി വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ധാരാളം മതി. ഇതിവിടെ അങ്ങ് കട്ട് ചെയ്ത് ഇടുവാട്ടോ. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇവിടെ അധികം നിൽക്കണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെ വനം ഉണ്ടെങ്കിലും ഈ പരിസരത്തോടെയൊക്കെ നടക്കണത് കൊണ്ട് വലിയ ശല്യങ്ങൾ വേറെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അതെ, നമുക്ക് പോകാം. പെരുമാറ്റം ഉള്ളത് കൊണ്ടാവും. കാൽപെരുമാറ്റം ഉള്ളത് കൊണ്ട്. ഓക്കെ, കണ്ടോ കാട് കണ്ടോ? ഞങ്ങള് വളർത്തണ കാടാ. ഞാനും അപ്പേ വളർത്തുന്ന കാട്. ഞാനതിലാളല്ല. ഇവിടെ ഫുൾ മരങ്ങളും പച്ചപ്പുമാണ്. ബാ പോരെ. എന്നാ അമ്മയ്ക്ക് കൊറേ വർത്താനം പറയാനല്ലേ? ഒരു വർത്താനവും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്നാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യണേന്ന്. മഴ പെയ്യണോണ്ടേ അവിടേക്ക് അപ്പടി തണുപ്പാ. ഇപ്പൊ ഞാൻ 3:30 ആവാറായി. പാല് കാച്ചി വെച്ചേച്ച് ഞാൻ ഈ താള് നന്നാക്കി വെച്ച് ചായ തകർത്താൻ കരുതിയ 3:30ക്കാണ് ചായ കുടിക്കുന്നത്. 4 മണിയാകുമ്പോഴത്തേക്കും കുടിക്കാം. അപ്പൊ താള് നന്നാക്കണ എങ്ങനെയാന്ന് ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോടെ കാണിക്കാം. പുതിയ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കുന്നതാട്ടോ. നമ്മൾ കട്ട് ചെയ്ത താളില്ലേ, ചേമ്പൻ താളില്ലേ ഞാൻ ഇരിക്കുന്നത്. അത് ഞാൻ നീളം കുറച്ചതാട്ടോ. ഇങ്ങനെ ആക്കി വെച്ചേക്കണം. നീളം കുറച്ച് ആ നീളത്തിലുള്ളത് 3 ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അല്ല, ക്ലീൻ ചെയ്ത് വെച്ചു. ക്ലീൻ ചെയ്യണത് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ. അതെ, കഴുകി എടുത്തുകൂട്ടെ. നീറ്റായിട്ട് കഴുകി എടുക്കണം പറമ്പിൽ നിന്ന് പറിക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഇതേ കട്ട് ചെയ്ത താളതേ കാണാവോ? ഓ, അങ്ങനെ തോല് കളയണോ? തോല് കളയണം. ഓ, അതിച്ചിരി കെണിമണിയാണ്. അല്ല, തൊലി തൊലി വേഗം പോരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അരിയുമ്പോൾ കയ്യിൽ കറ പറ്റും. അപ്പം മാക്സിമം ഞാൻ ഗ്ലൗസ് ഇട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. കയ്യിൽ വെളിച്ചെണ്ണ തൂക്കും. വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് കറ എങ്ങനെ പിടിക്കൂല. കുറച്ചൊക്കെ പിടിക്കൂന്നാണ് കയ്യിൽ. അതെന്നാ നെയ്യ് ഇതിങ്ങനെ ചീമ്പുമ്പോ കറ വന്നതാ. ഇങ്ങനെ എടുക്കുമ്പോ തൊലി ചീമ്പി. അങ്ങനെ എന്തെങ്കിലും വേറെ മെതേഡൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളോട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അത് അനുഗ്രഹപ്രദമായിരിക്കും. ഞങ്ങൾ ഈ താളുതോരനൊക്കെ സ്ഥിരം ഉണ്ടാക്കണവരാ. അതുകൊണ്ട് ഞാൻ അഭിപ്രായം ചോദിക്കണ നിങ്ങളോട്. ഇങ്ങനെ ആക്കി ആദ്യം നമ്മുടെ രീതിയാട്ടോ.
പല സ്ഥലത്തും അവനവൻ്റെതായ രീതിയിലായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കുമല്ലോ കറി ഉണ്ടാക്കണതും കറി അരിയണതും ഒക്കെ. ദേ എത്ര കണ്ട് ചെറുതാക്കാവോ അത്രയും നല്ലതാട്ടോ. ഞാൻ മാക്സിമം ചെറുതാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം അരിഞ്ഞു കഴിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി ഇച്ചിരി നേരം വെച്ചേക്കണം. നമ്മള് കാട്ടിൽ നിന്നും പറിച്ചെടുത്ത കാള ഈ പരുവത്തിൽ. കാട്ടിൽ നിന്നും പറിച്ചെടുത്ത കാളോ? താള, ചേമ്പിൻ താള ഈ പരുവത്തിൽ ആക്കി വെച്ചു. അതിലൊരു സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചേക്കണതാട്ടോ. ഉപ്പ് അതിലേക്ക് പിടിക്കും, വെള്ളം ഇറങ്ങും. ഇപ്പൊ താളും സവോളയും ഞാൻ കാണിച്ചതാണ്. ഈ ചേമ്പിൻ തണ്ട് താള് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഇടാം. ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ട ഒരു റെസിപ്പി, എവിടെയോ കണ്ടതാ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. സൂപ്പ് ഉണ്ടാക്കി, അതെ അതെ അതെ. രണ്ടും അപ്പനും മകളും കഴിച്ചു. ഞാൻ അമ്മ കഴിച്ചില്ല. അമ്മക്ക് സൂപ്പൊന്നും പൊതുവെ ഇൻട്രസ്റ്റിംഗ് അല്ല. തേങ്ങ, 2 തരം ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേന്തി ഇട്ടേക്കണം കേട്ടോ. ഇനി ഇച്ചിരി എരിവുമുളക് പൊടി ചേർക്കും. ഇത് 2 എണ്ണം ചേർത്തിട്ടുള്ളൂ. ഈ താള് ഇത്രയുള്ള താള് ഇതിന്റെ പകുതിയായി ചുരുങ്ങും. തോരനാകുമ്പോ ചുങ്ങിപ്പോവും. പിന്നെ ഇതിന്റെ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇടുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സുഖിയനുണ്ടാക്കിയില്ലേ, അതിന്റെ ബാക്കി ചെറുപയർ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിരുന്നതാ. അപ്പൊ ആ ചെറുപയർ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് തോരൻ ഉണ്ടാക്കും. ഓർഡിനറി താള് തന്നെയുള്ള തോരൻ ഓർഡിനറി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. കാര്യങ്ങൾ ആരംഭിക്കാം. സ്റ്റാർട്ടപ്പ്. യെസ്, ഓൺ ചെയ്യുക. നല്ല വൈറ്റ്, നല്ല ഭംഗി കേട്ടോ. പക്ഷെ എടി, ഈ ഇത്രയും വലിയ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ചെറിയ ബ്രൗൺ ഇല്ലേ പ്രസ്റ്റീജിന്റെ, അത് മതിയായിരുന്നു. അപ്പൊ എനിക്ക് വൈറ്റിൽ ചെയ്യണമെന്ന് പച്ചയായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത്രയും ഇതിന്റെ അടിയിൽ പറ്റാനുള്ളത് ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. വെന്ത് വരുമ്പോ ഇടുമ്പോ നിറയെ ഉണ്ടാവും. അത് ഇതിനെ താളിനെ പറ്റിയൊക്കെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ ചുങ്ങി പോകുന്നുള്ളതെങ്കിലും ഞാനൊന്ന് പറഞ്ഞതാട്ടോ. ഒരേ കുശലം, അത്രേ ഉള്ളൂ. ചിറ്റ്ചാറ്റ്സ്. എല്ലാവർക്കും ഒക്കെ മഴ എങ്ങനെയുണ്ട്? മഴയുടെ അവസ്ഥ ഞങ്ങൾക്ക് ഉച്ചവരെയും തോരാത്ത മഴയായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് തോർന്ന് നിപ്പുണ്ട്, മൂടല. എന്നാലും പെയ്യണില്ല. അതുകൊണ്ട് മുറ്റത്തോടേക്ക് ഒന്ന് നടക്കാം. ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളിവിടെ. നിങ്ങളൊക്കെ അവിടെ സുഖമായിട്ട് ഇരിക്കണോ എല്ലാവരും? ഈ മഴയൊക്കെ കൊണ്ട് ശല്യമുള്ളവരൊക്കെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ? സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ടല്ലോ. ഞാൻ വെറുതെ ചോദിച്ചതാണ് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പൊട്ടിത്തെറിക്കുന്നോ? അടച്ചു വെച്ചോളൂ, ആശ്വാസമായി. അത് കഴിയുമ്പോ ഇതൊക്കെ ചേർക്കാം. 2 തരം ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ടേ. ഇനി ഞാൻ ചെയ്യാൻ പോടെ എന്നാന്നറിയാമോ? സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോ ഉള്ളി മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയല്ലേ ഇടുന്നതാ. ഇന്ന് തേങ്ങയും പയറും ഒന്നും അല്ല ഇടുന്നതാ. പകരം ഇത് അതിലേക്ക് ഇട്ട് വഴറ്റും. സാധാരണ തോരൻ നമ്മൾ കടുക് പൊട്ടിക്കാറുമില്ല. അപൂർവ പൊട്ടിക്കാറുണ്ട്, വളരെ കുറവായിട്ട്. ചിലപ്പോ അങ്ങനെ പൊട്ടിക്കണമെന്ന് തോന്നിയാൽ ചെയ്യും, ചിലപ്പോ ചെയ്യാറും. ചിലർ ചോദിക്കാറുണ്ട് എന്താ ചെയ്യാത്തതെന്ന്. ഇത് ഇങ്ങനെ ഇട്ട് താളൊന്ന് വഴറ്റാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഞാൻ ഇട്ടേക്കണത്. ഒന്ന് വഴന്ന് വരുമ്പോ താളിന് ഇച്ചിരി വേവുണ്ട്. അപ്പൊ എണ്ണയിലങ്ങ് വഴന്ന് വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് അതിന് ഉപ്പ് ചേർത്താട്ടോ. വെള്ളം ഇറങ്ങി തന്നെ ഇച്ചിരി മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം തുറന്നു കഴിയുമ്പോ കാണാം നമുക്ക്. ലാസ്റ്റ് നമുക്ക് ചെറുപയറും തേങ്ങയും ചേർത്ത് കൊടുക്കാം. അന്നേരം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. അന്നേരം എരിവും മുളക് പൊടി ആഡ് ചെയ്യാം. അത് അന്നേരം കാണിക്കാട്ടോ. ഇനി വേവട്ടെ. ഓക്കെ. ഇനി നമ്മള് വഴന്നു തേങ്ങയുടെ കൂടെ എരിവും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ. കൂടാതെ ഇതും ചേർക്കാനുണ്ട്, പയർ. ഇപ്പൊ താളിനധികം വേവിയില്ല, നൈസായിട്ട് അരിഞ്ഞുകൊണ്ടാട്ടോ അത് വേഗം വാടിയതാ. കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ പറയാം എങ്ങനെയാണ്. പിന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പച്ചക്കറി ആണല്ലോ. ഇത് ഈ പയറ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കുന്നതും മെഴുക്ക് വരട്ടി ഉലർത്തും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വൻപയറും ചെറുപയറും എല്ലാം
കുഴഞ്ഞിരിക്കണം. ഇത് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇത്രയും കുഴയ്ക്കാൻ പാടില്ലല്ലോ വേവ്. അതുകൊണ്ടാണ് ഇച്ചിരി വേവ് ഇങ്ങനെ വിട്ടിരിക്കുന്ന പാകത്തിനിരിക്കണം കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഴയണതാണ് ഇഷ്ടം. പിന്നെ താളിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അങ്ങ് മിക്സായി പോകുന്നോളൂ. ഇനി ഒന്ന് മൂടി പൊത്തി ഫ്ലെയിം കുറച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. ഇനി കുറച്ചൊന്നും എന്താ മതി എന്ത് കഴിഞ്ഞാൽ താളിൻ്റെ പരിപാടി കഴിയും. ഇപ്പൊ കർക്കിടക മാസത്തിൽ ഒരു തോരനായത്, അത് ചെറുപയറിട്ട് ഉണ്ടാക്കിയെന്നോർത്ത് ഏത് സമയവും ഇത് ഉപയോഗിക്കാം. ചെറുപയറും ഹെൽത്തിന് നല്ലതല്ലേ. അപ്പൊ ഞാൻ ഓർത്തു ബാലൻസ് ഇരിക്കണ ഇത് ഇതിന്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കാണിക്കാം. പിന്നെ ഇത് തന്നെയുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ലിങ്ക് അടിയിൽ. നേരത്തെ ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന വീഡിയോ തുടങ്ങി നമ്മൾ ചാനൽ തുടങ്ങി ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഒക്കെ സുഖമായിട്ടിരിക്കണം. എല്ലാരും ചായ കൂടി കഴിഞ്ഞോ? മണി 4:30. പിന്നെ ജോലിയുള്ളവരൊക്കെ ജോലിയിലായിരിക്കും. പലരും പല രീതിയിലുള്ള ആക്ടിവിറ്റി ആയിരിക്കും അല്ലേ. അങ്ങനെ വെന്തോ കറക്റ്റ് ഫോമായി. അപ്പൊ ഞങ്ങൾ ഇതുവരെ ഒരു സത്യം നിങ്ങളോട് പറയാം, ചെറുപയറും വൻപയറും ഒന്നും ഇട്ട് താളത്തോരൻ ഉണ്ടാക്കിയിട്ടില്ല. താള് തോരൻ സവോളയും തേങ്ങ ഇങ്ങനെ ജീരകമൊക്കെ ചേർത്ത്, ഇതിന് ജീരകം ഇട്ടില്ല കേട്ടോ എന്നാ ഒക്കെ ചേർത്താണ് ഉണ്ടാക്കി കഴിച്ചേക്കണേ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ചെറുപയറായതുകൊണ്ട് എനിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നി അങ്ങനെ ചേർത്തതാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ടേസ്റ്റിംഗ് ടൈം ഇന്ന് മകളാണ്. എന്നിട്ട് അഭിപ്രായം പറഞ്ഞേരെ. ഇത് മതിയോ? ചൂടുണ്ടോ? ഗ്യാസ് ഓഫ് ചെയ്യാ. സാധനം വെന്തൂട്ടാ. ഫൈബർ ഉള്ള ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല പച്ചക്കറിയാണ്. 100% പോയിസൺ ഫ്രീ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത്രയും ഗുണങ്ങൾ ഇതിനുണ്ട്. നല്ല കേട്ടോ. ഉപ്പൊന്നും അധികമില്ലല്ലോ. ഞാൻ ഉപ്പ് പുരട്ടി വെച്ചായിരുന്നു. കുറച്ച് ഉപ്പേ എല്ലാരും ഇതിൽ ഇടാവുള്ളൂ, കാരണം ചുമ്മും. ചെറുപയർ ചേർത്തുന്ന ഒരു പ്രത്യേക രുചിയുണ്ടല്ലേ. അത് ആ താളിന്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ താളിനൊരു, എന്റെ അഭിപ്രായം പറഞ്ഞ ഒരു മട്ടിപ്പിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അത് പയറ് ചേർന്നപ്പോ അത് ന്യൂട്രലൈസ് ചെയ്ത് അതിലേക്ക് മിക്സ് ആയി. അപ്പൊ ആ പയറിന്റെ ടേസ്റ്റ് കൂടെ വന്നപ്പോ നല്ല, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. വേണം. നല്ല രുചിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പഴമയുടെ രുചിയാണിത്. പഴങ്ങളല്ല, അതെ പഴങ്ങളല്ല. കഴിച്ചു നോക്കിക്ക്. പണ്ടത്തെ തറവാട് വീടുകൾ ഓർമ്മ വരും ഇത് രുചിച്ചു കഴിയുമ്പോ. പണ്ട് ചേന, ചേമ്പ്, താള, ഇങ്ങനെയൊക്കെയുള്ള കാച്ചില്, കപ്പ, ചെറുകിഴങ്ങ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി എല്ലാ വീടുകളിലും തന്നെ നടും. അതിന്റെ സീസൺ ആകുമ്പോ അത് പറിച്ച് കറി വയ്ക്കും. പിന്നെ പയർ, അച്ചിങ്ങപ്പയർ ഓർക്കണില്ലേ, പിന്നെ കപ്പഞ്ഞ, ഇങ്ങനെയൊക്കെയുള്ള ഏത്തക്കായ, ഇതൊക്കെയാണ് വീടുകളിൽ. പച്ചക്കറി മേടിക്കൽ വളരെ കുറവ്. പണ്ടത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൂടിയൊക്കെ പടം എടുത്തേച്ച് മൂടാട്ടോ. താള് ചെറുപയർ തേങ്ങയിട്ട് തോരൻ കേട്ടോ. നമ്മളെല്ലാം ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്ന വിവരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകിന്റെ മീതെ കയറിയിട്ടുണ്ട്. മതി, അത് മതി എനിക്ക്. പോവാം. 100% പോയിസൺ ഫ്രീ പച്ചക്കറി. അതെ. ഓക്കെ. ഒരു പെറോട്ട കൂടി ഇരിപ്പുണ്ട് ബാലൻസ്. ഇത് വേണ്ടല്ലോ. പോകാം. അമ്മയുടെ ചോറ് ഇവിടെ വെച്ചിട്ടുണ്ടോ? ചോറല്ല, കഞ്ഞി. കഷ്ണം വേണ്ട. മുള്ളിടാത്ത ഇതില്ല, മുള്ള ഒരുപാട് ഉള്ളത് കൊണ്ടേ. അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. വേസ്റ്റ് പാത്രങ്ങൾ അമ്മയുടെ ഫുഡിനെടുത്ത് വരാൻ പാടില്ല. അത്ര ഇഷ്ടപ്പെടൂല. ഈ താളുതോരനെ പറ്റി അപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പ കഴിച്ചില്ല. അല്ല, എന്നാലും പൊതുവേ ഉള്ള നോളജ് ഉണ്ടല്ലോ. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല കറികളിലൊന്നാണ്. പക്ഷെ താള് തന്നെയാ ഉണ്ടാക്കാറില്ല. സുഖിയന്റെ എണ്ണപ്പയർ ബാക്കി ഇരുന്നാണ് പറഞ്ഞിട്ടുണ്ട് വെക്കുമ്പോ. ഫൈബറാണ്. നമ്മുടെ ഊണിന് എന്നും ഉള്ള ഒരു തോരനുണ്ട്. അതിൽ ഒന്നുകിൽ താള് തോരൻ, അതല്ലെങ്കിൽ പിണ്ടി തോരൻ, അതല്ലെങ്കിൽ ചീരത്തോരൻ, അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതാണ്ട് ഉണ്ടല്ലോ, വാഴക്കൂമ്പ് തോരൻ. ഈ 4 തോരനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്നും ഉണ്ടാവും. ആ തോരൻ നമ്മൾ ചോറിനേക്കാൾ കൂടുതൽ ഇട്ടാണ് കഴിക്കുന്നത്. കാരണം ഏറ്റവും പോയിസൺ ഫ്രീ ആയിട്ടുള്ള താള് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്.
വാഴപ്പുള്ളി ഇഷ്ടം പോലെയുണ്ട്, കൂമ്പും ഇഷ്ടം പോലെയുണ്ട്. ഇതിലൊന്നും 100% പോയിസൺ ഫ്രീ ആണ്. അതാണ് അതിന്റെ ഹൈലൈറ്റ്സ്. അതെ.